dance. ഫിനിഷിംഗ് പോയിന്റിൽ ആദ്യം എത്തുന്ന ആൾ വിന്നർ. പക്ഷേ വിന്നർ ആകുമ്പോൾ ഒരു പ്രൈസ് വേണ്ടേ? വിന്നർ ആകുന്ന ആൾക്ക് ചിക്കൻ ബിരിയാണി. എന്റെ പൊന്നും കുരിശ് മുത്തപ്പ, അപ്പൊ ഞാൻ തന്നെ വിന്നർ. ഡൺ. വിന്നർക്കു നമ്മൾ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുന്നു. Ready, steady, okay, go. മുത്തപ്പ, ചിക്കൻ ബിരിയാണി എനിക്ക് തന്നെ വേണം. എന്റെ പൊന്നും കുരിശ് മുത്തപ്പ, ദേ പോയ എന്റെ ചിക്കൻ ബിരിയാണി. നല്ല ടയേർഡായല്ലേ? അതെ അതെ, നല്ല ടയേർഡായി. ഇനി കുറച്ച് വിശ്രമിക്കാം. എന്താ ആദം? അപ്പോ ചിക്കൻ ബിരിയാണി. അതൊക്കെ വഴിയുണ്ടാക്കാം, നീ വാ. നല്ല സ്പീഡായിരുന്നു നമ്മളൊക്കെ. അതെ അതെ, നല്ല സ്പീഡിലല്ലേ നമ്മൾ ഓടിച്ചേ. ഹായ് ജോർജ്. ഹായ് റോമൻസ്. ജോർജ്, ഇതാണ് പ്രിൻസ്, സ്റ്റെഫി, ആദം. കൂട്ടുകാരെ, ഇതാണ് ജോർജ്, എന്റെ കസിനാണ്. ജോർജ്, ഇതാണ് പ്രിൻസ്, സ്റ്റെഫി, ആദം. ഹായ് ജോർജ്. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം?
ബൈക്ക് കൊള്ളാലോ ജോർജ്. ലേറ്റസ്റ്റ് മോഡലാണ്, 200cc. നല്ല സ്പീഡായിരിക്കും അല്ലേ? അതെ, ഞാൻ കാണിച്ചു തരാം. ജോർജ് സൂപ്പർ. കൂട്ടുകാരെ, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടോ? ഓ, ജോർജ് അടിപൊളി. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങളെയും പഠിപ്പിക്കാമോ? അതിന് നിങ്ങളുടെ കയ്യിൽ ബൈക്കില്ലല്ലോ, പിന്നെ ലൈസൻസും ഇല്ല. ലൈസൻസ് ഇല്ലെങ്കിലും ബൈക്ക് ഓടിക്കാമല്ലോ, പിന്നെന്താ? അതെ അതെ, ലൈസൻസ് വേണമെന്നില്ലല്ലോ. ഞങ്ങളെയും പഠിപ്പിക്കുന്നേ പ്ലീസ് ജോർജ്. നിങ്ങൾ കുട്ടികളാണ്. 18 വയസ്സാകുമ്പോൾ നിങ്ങൾക്കും ലൈസൻസ് കിട്ടും. അപ്പോഴേക്കും ഞാൻ പഠിപ്പിക്കാം, പോരെ? വേണ്ട ജോർജ്, പഠിപ്പിക്കണ്ട, ഞങ്ങൾ പഠിച്ചോളാം. നമുക്ക് പോകാം കൂട്ടുകാരെ. ബൈ ജോർജ്. എന്നാലും നിന്റെ കസിൻ നമ്മളെ പഠിപ്പിച്ചില്ലല്ലോ റോമാക്സ്. എന്തൊരു സ്പീഡായിരുന്നു! ആഹാ, എത്ര ഗംഭീരമായ സ്റ്റൺസ്. എങ്ങനെയെങ്കിലും ബൈക്ക് ഓടിക്കണം. എന്താ ഒരു വഴി? പക്ഷെ ജോർജ് പറഞ്ഞത് 18 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റൂന്നല്ലേ? അത് ശരിയാ. അപ്പോ മതി ബൈക്കൊക്കെ. അത് പോരാ, നമുക്ക് ഇപ്പോ തന്നെ പഠിക്കണം. അതെ പ്രിൻസ്, നമുക്ക് ഇപ്പൊ തന്നെ പഠിക്കണം. ഞാനൊരു വഴി ഉണ്ടാക്കാം. പ്രിൻസ്, പ്രിൻസ്,
പപ്പ പുസ്തകം തുറന്നു വെച്ച് എന്താലോചിക്കുക പ്രിൻസ്? പപ്പ എനിക്കൊരു ബൈക്ക് വാങ്ങിത്തരോ? ബൈക്കോ? പ്രിൻസ് മോൻ വലുതാകുമ്പോ പപ്പ മേടിച്ചു തരാം. ഓക്കെ? അത് പോരെ പപ്പ, എനിക്ക് ഇപ്പൊ വേണം. എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം. പ്രിൻസ്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. സമയമാകുമ്പോൾ പപ്പ മേടിച്ചു തരും. ഇപ്പൊ പ്രിൻസ് സൈക്കിൾ ഓടിച്ചാൽ മതി. പപ്പയ്ക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. പ്രിൻസ് നല്ല കുട്ടിയല്ലേ, പറയുന്നത് കേൾക്കൂ. 18 വയസ്സാവാതെ ലൈസൻസ് കിട്ടില്ല. അപ്പോഴേക്കും ഡ്രൈവിംഗ് പഠിക്കാം. വേണ്ട, എനിക്ക് ഇപ്പൊ വേണം. വാശി പിടിക്കാതെ പ്രിൻസ്, ഇപ്പൊ പഠിത്തത്തിൽ ശ്രദ്ധിക്കൂ. പപ്പന്റെ ആഗ്രഹം സാധിച്ചു തരുമെന്ന് തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും ബൈക്ക് ഓടിക്കാൻ പഠിക്കണം. അപ്പോ ചിലപ്പോ പപ്പ വാങ്ങിച്ച് തരുമായിരിക്കും. പ്രിൻസ്, നമ്മൾ കുട്ടികളാണ്. ഈ പ്രായത്തിൽ സൈക്കിൾ അല്ലേ പഠിക്കേണ്ടതും ഓടിക്കേണ്ടതുമെല്ലാം. പപ്പ ബൈക്ക് വാങ്ങിച്ചു തരുന്ന ലക്ഷണമൊന്നുമില്ല. എന്റെ പപ്പയും സമ്മതിക്കുന്നില്ല. ഇനി എന്തു ചെയ്യും? കിട്ടിപ്പോയി കൂട്ടുകാരെ, കിട്ടിപ്പോയി. കിട്ടിപ്പോയി കൂട്ടുകാരെ, കിട്ടിപ്പോയി. എന്ത് കിട്ടിപ്പോയി? കാര്യം പറ ആദം. നിനക്ക് വട്ടായോ ആദം? എന്റെ പൊന്നും കുരിശു മുത്തപ്പ, കൂട്ടുകാരെ നമുക്കൊരു ബൈക്ക് കിട്ടി. ബൈക്ക് കിട്ടിയെന്നോ? എവിടുന്ന് കിട്ടി? നിന്റെ പപ്പ മേടിച്ചു തന്നോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ കൂട്ടുകാരെ, പപ്പ മേടിച്ചു തരില്ല എന്ന് പറഞ്ഞു. പക്ഷെ വേറൊരു വഴി ഒത്തു വന്നിട്ടുണ്ട്. എന്തു വഴി? പപ്പയും മമ്മിയും നാളെ എൻ്റെ ഒരു കസിന്റെ വീട്ടിൽ പോവാ. ഞാൻ കമ്പൈൻ സ്റ്റഡി എന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ ഇരിക്കും. എന്നിട്ട് പപ്പയുടെ ബൈക്കും എടുത്ത് ഞാൻ ഗ്രൗണ്ടിലേക്ക് വരും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഓടിക്കാമല്ലോ. പക്ഷേ ആദം, നിന്റെ പപ്പ അറിഞ്ഞാൽ? ഏയ്, അതൊന്നും അറിയില്ല. അവർ വൈകിട്ട് വരുമ്പത്തേക്ക് നമ്മൾ അങ്ങോട്ട് തിരിച്ചുകൊണ്ടുപോയി. എങ്ങനെയുണ്ട് ഐഡിയ? വാവ്, സൂപ്പർ ഐഡിയ. പക്ഷേ ബൈക്ക് എങ്ങനെ ഗ്രൗണ്ടിൽ കൊണ്ടുവരും? അത് പിന്നെ കുറച്ചൊക്കെ ഓടിക്കാൻ എനിക്കറിയാം. അപ്പൊ നാളെ നേരത്തെ എത്തിയേക്കണേ. പറഞ്ഞ സമയമായല്ലോ. ആദമിനെ കാണുന്നില്ലല്ലോ. ദേ വരുന്നു ആദം. ഹോ, എന്റെ പൊന്നും കുരിശു മുത്തപ്പ, വളരെ പ്രയാസപ്പെട്ടു ഇവിടം വരെ എത്താൻ. ജോർജിനെ ഒക്കെ സമ്മതിക്കണം കേട്ടോ. ഇനി ഞാനും ഇത് പഠിച്ചു കാണിച്ചു തരാം.
ജോർജിനേക്കാളും നന്നായി ഞാൻ ഓടിക്കും. നോക്കിക്കോ. അപ്പോൾ റെഡിയല്ലേ കൂട്ടുകാരെ? നമുക്ക് റൈഡ് തുടങ്ങാം. കമോൺ കൂട്ടുകാരെ, വളരെ സിമ്പിൾ അല്ലേ? യെസ് എന്ന് പറയൂ. പ്രിൻസ് സൂക്ഷിച്ച്. പ്രിൻസ് സ്പീഡിൽ പോട്ടെ. കമോൺ പ്രിൻസ്. ഈശോയേ. അയ്യോ പ്രിൻസ്. എന്റെ പൊന്നും കുരിശ് മുത്തപ്പ. സോറി പപ്പ. പ്രിൻസ്, ദൈവം നിന്നെ കാത്തു. പക്ഷേ ഇപ്പോ എനിക്ക് ഓർമ്മയിൽ വരുന്നത് മനുഷ്യന്റെ ദുഃഖത്തിന്റെ ആരംഭം എന്ന് ബൈബിളിൽ വിശേഷിപ്പിക്കുന്ന അധ്യായമാണ്. ആ കഥ ഞാൻ പറഞ്ഞു തരാം. ദൈവം സകലതും സൃഷ്ടിച്ചു. ആദമിനെയും ഹവ്വയെയും ഏദൻ തോട്ടത്തിൽ പാർപ്പിച്ചു. അവർ പരിപൂർണ സന്തോഷത്തോടെ ദൈവത്തെ അനുസരിച്ചു. എന്നാൽ ഒരു നാൾ തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെ പഴം തിന്നരുത് എന്ന് ദൈവം നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ഹവ്വയോട് പാമ്പ് ചോദിച്ചു. ഒന്നൊഴികെ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും പഴങ്ങൾ കഴിക്കാം. അത് കഴിച്ചാൽ ഞങ്ങൾ മരിക്കുമെന്ന് ഹവ്വ മറുപടി പറഞ്ഞു. പാമ്പ് പറഞ്ഞു, നിങ്ങൾ മരിക്കില്ല, നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഹവ്വ പഴം തിന്നാൻ ആഗ്രഹിച്ചു. പാമ്പിന്റെ വാക്ക് കേട്ട് ആ പഴം കഴിച്ചു. ഹവ്വ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച ശേഷം ആദാമിനും പഴം കൊടുത്തു. ആദാമിന് പറയാമായിരുന്നു, ഞാൻ ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കില്ല എന്ന്. തങ്ങളെ ദൈവം കാണാതിരിക്കാൻ അവർ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. ദൈവം തോട്ടത്തിൽ വന്നു. ആദമും ഹവ്വയും ചെയ്ത കാര്യങ്ങൾ ദൈവത്തിന് അറിയാമായിരുന്നു. ആദം ഹവ്വയുടെ മേൽ കുറ്റം ചുമത്തി, ഹവ്വ പാമ്പിന്റെ മേൽ കുറ്റം ചുമത്തി. ദൈവം പാമ്പിനെ ശപിച്ചു. ദൈവം ഹവ്വയോട്, വേദനയോടെ നീ മക്കളെ പ്രസവിക്കും. ആദമേ, നീ പാപം ചെയ്തിരിക്കുന്നത് കൊണ്ട് ഭൂമി മുഴുവനും ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലം മുഴുവനും അതിൽ നിന്നും ഉപജീവനം നടത്തും. ദൈവം അവരെ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. കുട്ടികളെ, നിങ്ങൾക്കും ഈ കഥയുടെ പൊരുൾ മനസ്സിലായോ? ദൈവത്തെ അനുസരിക്കാതെ ആദവും ഹവ്വയും കാണിച്ച തെറ്റുകൾ മനസ്സിലായോ? പ്രിൻസ്, നിന്നോടുള്ള സ്നേഹം കൊണ്ടാ പപ്പ നിന്നോട് കാത്തിരിക്കാൻ പറഞ്ഞത്. രക്ഷിതാക്കൾ അവരുടെ മക്കളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് എപ്പോൾ നൽകണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ബൈക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ല. ഞങ്ങൾ രക്ഷിതാക്കളെ അനുസരിച്ചില്ല. അതിനുള്ള ശിക്ഷയായിപ്പോ കിട്ടിയത്. പപ്പ ക്ഷമിക്കണം എന്നോട്. മുതിർന്നവർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് അതുപോലെ അനുകരിക്കാൻ ശ്രമിച്ചതിന്റെ ശിക്ഷയാണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾ കൊച്ചുകുട്ടികളല്ലേ? ദൈവം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. ഈ പ്രായം നിങ്ങൾ പഠിക്കാനും ദൈവത്തെ മനസ്സിലാക്കാനും നല്ല വചനങ്ങൾ പഠിക്കാനും ഉപകരിക്കുക. കൂട്ടുകാരെ, നിങ്ങളും ഇനി മുതൽ വാശി കളഞ്ഞ് മുതിർന്നവർ പറയുന്ന നല്ല കാര്യങ്ങൾ അനുസരിക്കുക. സമയമാകുമ്പോൾ എല്ലാം നമ്മുടെ അടുത്തെത്തിക്കൊള്ളും. ആമീൻ.